കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി വിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ നല്ല കാഴ്ചയാണ് കാണാനേ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിക്കാം. അതിനുശേഷം നമുക്ക് നേരെ വന്ന് അത്തിമര ഗണപതിയെ ഒന്ന് തൊഴാനായിട്ട് പോവാം. അവിടെ പോയി ദർശനമൊക്കെ കിട്ടിയാൽ അങ്ങനെ അതിനുശേഷം നമ്മൾ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നേരെ കൊടിമരം കാണാം, അതേപോലെ വലിയ ബലിക്കല്ല് കാണാം, അതേപോലെ കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം കെട്ടിയത് അതിങ്ങനെ കാണാം. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തൊഴുത് നേരെ ഇറങ്ങുന്നത് വാതിൽപ്പടി അങ്ങോട്ട് കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം, അതേപോലെ കെടാവിളക്ക് കാണാം. അപ്പോൾ അതിങ്ങനെ കണ്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ട് തൊഴാം. പിന്നീട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോഴേ ആകെ പ്രകാശം. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ കാലുകൾ കാണാണ്ട് കാൽത്തളകളണിഞ്ഞിങ്ങനെ 2 കാലുകൾ, കുഞ്ഞി കാലുകളാണ്, ചെറിയ ഉണ്ണി കേട്ടോ. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ നല്ല പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, ചുവന്ന പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കുറച്ച് വീതിയുള്ള അരമണിയും കിങ്ങിണിയൊക്കെയാണ് കേട്ടോ. അരമണിയുടെ കുറച്ച് വീതി ഇങ്ങനെ കാണാനുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ ചെറിയ ഉണ്ണി കേട്ടോ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാലയും ഒരു പതക്കം പോലത്തെ മാലയും ഒരു നടുക്കൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്, ഒരു മുല്ലമുട്ട് മാലയുണ്ട്. പിന്നെ അതേപോലെ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. കൈവളകളിൽ എന്താ വെച്ചാൽ കയ്യിൽ എന്താ വെച്ചാൽ ചെറിയ ഒരു വെണ്ണൂരിലാണ്. ഇന്നലെ നല്ല വലിയ വെണ്ണൂരിലായിരുന്നു. ഇന്നലെ ചിരിച്ചിട്ടുള്ള ഉണ്ണിയായിരുന്നു, ആകെ ചാടി കളിക്കുന്ന പോലത്തെ ഒരു ഉണ്ണി. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്ന് ഒതുങ്ങി നിൽക്കുക, നല്ല വൃത്തിയായിട്ട് ഒരു ചെറിയ ഉണ്ണി. അങ്ങനെ ഉള്ള വെണ്ണൂറില ചെറിയ കുഞ്ഞ് വെണ്ണൂറിലേ ഉള്ളൂ, അതിങ്ങനെ കൈ കൊടുത്തിട്ട് ഇരിക്കുക. അതേപോലെ ഇടത്തെ കയ്യിലാണെങ്കിൽ തൻ്റെ പൊന്നോടക്കുഴലും ഉണ്ട്. അത് രണ്ടും ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നാലും ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ഉണ്ണിയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പുഞ്ചിരിക്കുന്ന മുഖം, അതേപോലെ തിരുനെറ്റിയിൽ ഗോപീതിലകം ഉണ്ട്. അതേപോലെ സ്വർണത്തിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് തിരുമുടിമാലകൾ കൂടുതലുണ്ട് കേട്ടോ. ഒരു 4 തിരുമുടിമാലകളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നല്ല വലുതായിട്ട്, ഉണ്ണി ചെറുതാണ് പക്ഷേ തിരുമുടിമാലയൊക്കെ വലുതാണ്. അതെങ്ങനെ വെച്ചാൽ വെളുത്ത പൂവും തുളസിയായിട്ടൊന്ന്, അതേപോലെ തെച്ചിയും വെളുത്ത പൂവായിട്ടൊന്ന്, അതേപോലെ വെളുത്ത പൂവ് തെച്ചി തുളസിയായിട്ട് അങ്ങനെ, പിന്നെ വെളുത്ത പൂവ് മാത്രമായിട്ടാണ്, അങ്ങനെ 4 എണ്ണം ഉണ്ട്. അതേപോലെ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ ഉണ്ടമാലയുണ്ട്, നല്ല വലിപ്പമുള്ള ഉണ്ടമാല, അത് 2 എണ്ണം. അത് തെച്ചി തുളസി വെളുത്ത പൂവ് ആയിട്ടങ്ങനെ ഒരേപോലെ തന്നെ, അതിങ്ങനെ 2 എണ്ണം, അതിങ്ങനെ നല്ല തട്ടിച്ച് ഉള്ളത്. ഉണ്ണിയാണെങ്കിൽ ചെറിയ ഉണ്ണിയാണ്. ഇനി മാലകളൊക്കെ ഒന്ന് വലിപ്പമുണ്ട്, അങ്ങനെയാണ്. എന്തായാലും നല്ല രസമാണ് കാണാനുള്ളത്. ഉണ്ണീനെ ഇങ്ങനെ കാണാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ്. ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്നിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ആ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, തൊഴുക. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകളൊക്കെ അവിടെ എത്തിക്കുക. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുത് അങ്ങനെ ഇറങ്ങി സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് അവിടെ ധാരാളം നേദ്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ആ തിടപ്പള്ളിയാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന തിടപ്പള്ളിയാണ്. അവിടെ നോക്കിയിട്ടും തൊഴാം. അതേപോലെ ചുമരിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം. പിന്നെ ഗ്രില്ല് കഴിഞ്ഞ സപ്തമാതാക്കളെയൊക്കെ കണ്ട് അവിടേക്ക് ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ഇന്ന് കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ വന്ന് നമ്മൾ നോക്കുമ്പോൾ ഗണേശനും കാണാനുള്ളത് നിറയെ പൂക്കളാണ് കേട്ടോ. ഒരുപാട് പൂക്കളുണ്ട്.
അർച്ചനപ്പൂക്കളുണ്ട് ധാരാളം. കുറേ ഭക്തരവിടെ എന്താ പറയുക, നമ്മളെ പൂജയ്ക്ക് വേണ്ടിയിട്ട് പുഷ്പാഞ്ജലിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ ആകുമ്പോൾ കൊടുത്താൽ വേഗം ഒരു പുഷ്പാഞ്ജലി കഴിച്ച് തരുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഗണേശൻ്റെ വിഗ്രഹത്തിൽ അങ്ങനെ ചന്ദനം അങ്ങനെ ചാർത്തിയിട്ട് കൊമ്പ് തുമ്പിക്കൈയൊക്കെ അങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖത്ത് നല്ലതായിട്ട് മുഖമൊക്കെ പൂശിക്കഴിഞ്ഞു. അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്. വലിയ സ്വർണത്തിൻ്റെ മാലകളുണ്ട്, കാശിമാല പോലത്തെ മാല. പിന്നെ ഒരു പാവമുണ്ട് ചുറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് കാഴ്ച. പിന്നെ ഒരു കദളിപ്പഴം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതാണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഗണേശനെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിന് ശേഷം നമ്മളിങ്ങനെ വന്ന് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കാണാം. അനന്തപത്മനാഭൻ്റെ അവിടെ നല്ല മാലകളുണ്ട്. താമരമാല ഉണ്ട്, ചെണ്ടുമല്ലിമാല ഉണ്ട്. ബ്രഹ്മാവിന് ചെണ്ടുമല്ലിമാല ചാർത്തിയിട്ടുണ്ട്. ധാരാളം പൂക്കൾ മേലെ തുളസിമാലകൾ ഇങ്ങനെ മേലെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തേക്ക് ഇങ്ങോട്ട് വരിക. അവിടെ വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹത്തെ കാണാം. ഉഗ്രരൂപമായ ആ നരസിംഹത്തെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ നേരെ വന്ന് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴാം. ശ്രീരാമനും ബലരാമനും ഭാർഗവരാമനും കൃഷ്ണനും ഒക്കെ കണ്ടു തൊഴുത് മുരുകൻ്റെ അടുത്തും വന്ന് അവിടെയൊക്കെ നോക്കി. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഇന്നിപ്പോൾ കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ, ചന്ദന കുങ്കുമൊന്നുമില്ല. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അതിനുശേഷം രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടേക്ക് വരാം. ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ നൃത്തറയില കിടാവിളക്ക് ഇങ്ങനെ കത്തുന്നത് കാണാം. അതേപോലെ മണിക്കിണറും കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇപ്പുറത്തൊരു ഗ്രില്ല് കാണാം. ആ ഗ്രില്ലിൻ്റെ അതിയനിപ്പോൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് നോക്കിയാൽ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തിരികത്തുകാവിൽ ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. അവിടെ വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. എന്നാലും അതിലൂടെ അങ്ങനെ വന്ന് ഭഗവതിയുടെ അവിടെ എത്തുമ്പോൾ എന്താ വെച്ചാലേ നിറയെ പൂക്കൾ തന്നെയാണ്. എല്ലായിടത്തും താമരപ്പൂക്കളാണ്, നല്ല താമരപ്പൂക്കളുണ്ട്. പിന്നെ അതേപോലെ തെച്ചിയുണ്ട്. തെച്ചിപ്പൂവും കൊണ്ടൊക്കെ ഇങ്ങനെ മാല കെട്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഗോളക തന്നെയാണ്. പിന്നെ താഴത്തേക്കൊക്കെ ഇങ്ങനെ പട്ടൊക്കെ ഉടുപ്പിച്ച്, ചുവന്ന പട്ടൊക്കെ ഉടുപ്പിച്ച് നല്ല രസമായിട്ടുണ്ട്. പിന്നെ മാല, നെക്ലസ് മാലയുണ്ട്, വലിയ മാലയുണ്ട്, കാശുമാലയുണ്ട്, അതൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അമ്മേനെ പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ നേരെ വന്ന കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂർക്ക് നമ്മൾ പോയി ദർശനം കിട്ടുന്ന പോലെ ചിന്തിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക.
അപ്പോൾ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ പോയി ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. പിന്നീട് നമ്മൾ നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ വെണ്ണക്കണ്ണനെ ഒരു കയ്യിൽ ചെറിയ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന ചെറിയ ഉണ്ണീനെ ഒന്നുകൂടി കണ്ടു തൊഴാം. അവിടെ നമസ്കരിച്ച് വീണ്ടും കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരാം. അവിടെയും വന്ന് നമസ്കരിക്കുക, ആ കടാവിളക്ക് കാണാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇന്ന് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ, ചന്ദനൊന്നും ചാർത്തിയിട്ടില്ല. കിരീടം വെച്ചിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ വെറുന്നനെ പിന്നെ വലിയ മാലകൾ ചാർത്തിയിട്ടുണ്ട്, സ്വർണത്തിൻ്റെ മാലയാണ് കേട്ടോ. അതേപോലെ നല്ലൊരു പൊട്ട് തൊടിപ്പിച്ചിട്ടുണ്ട്, ഗോപിക്കുറി അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പിന്നെ പാവം കൊണ്ട് ഒടിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ചുവന്ന പട്ടുമുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് തൊഴുതിറങ്ങി നമ്മൾ നേരെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. അതേപോലെ ഗരുഡധ്വജനായിട്ട് കൊടിമരത്തിൻ്റെ മുകളിൽ അതും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. പിന്നീട് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. നല്ല വെയിലാണ്, അങ്ങനെ എന്നാലും ഇങ്ങനെ തിളങ്ങി നിൽക്കുക. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ അവിടെയൊക്കെ ധാരാളം ഭക്തർ നാമം ചെല്ലുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ പുസ്തകം വായിക്കുന്നതൊക്കെ കാണാം. അങ്ങനെ അതിനുശേഷം നമ്മൾ ഭഗവതി നടയിൽ വന്ന് വീണ്ടും തൊഴുത് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിലെത്തിയിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കുക. അപ്പോൾ അവിടുത്തെ ആ പ്രകാശം ഇങ്ങനെ കാണാം. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് പോരുന്നു. അവിടെ വന്ന കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കൂടി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തുനിന്ന് അവരവരുടെ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. പിന്നെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള അനഘ, കൃഷ്ണ, രേവതി പരീക്ഷാ വിജയത്തിനാണ്. ഡിഗ്രി ആണ്, 5ാമത്തെ സെമ്മാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അനഘയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആതിര, അനീഴം അവർക്ക് വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ആലോചനകൾ വരുന്നു, അതൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ സംഗീതയുടെ കുടുംബ വഴക്ക് മാറാൻ വേണ്ടിയിട്ടാണ്, ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നമ്മളോട് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.